നമസ്കാരം. എല്ലാ കൃഷിദർശൻ പ്രേക്ഷകർക്കും ഇന്നത്തെ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം വേനൽക്കാല കന്നുകാലി പരിചരണം എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് നമ്മോട് സംവദിക്കാൻ ഇന്ന് അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസ് ജെയിംസ് അവർകളാണ്. ഈ കഴിഞ്ഞ ഒരു 20 വർഷമായി കേരളത്തിലെ ഏറ്റവും കൂടുതൽ തണുപ്പ് പ്രദേശമായ മൂന്നാർ മാട്ടുപ്പെട്ടിയിലും അതുപോലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പാലക്കാടിലെ ധോണി ഫാമിലും കുളത്തുപ്പുഴ ഫാമിലും ഇങ്ങനെ ഈ ഫാമുകളിലൊക്കെ ദീർഘകാലം ജോലി ചെയ്ത അനുഭവ സമ്പത്തിട്ടുള്ള ഒരു വിദഗ്ധനായ ഒരു വെറ്ററിനറിയാണ് ഡോക്ടർ ജോസ് ജെയിംസ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഇപ്പം കേരളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിളച്ചുരുകയാണ്. അതെ. ഇപ്പം രണ്ട് സുഹൃത്തുക്കൾ കണ്ടുമുട്ടിയാൽ ആദ്യം ചോദിക്കുന്നത് എന്താ ചൂട്, എന്താ ഉഷ്ണം, എന്താണ് പുകച്ചില്, ഇതാണ് തമ്മിൽ ചോദിക്കുന്നത്. അതേ സമയത്ത് മനുഷ്യർക്കാണെങ്കിൽ 2-3 തവണ കുളിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടപാനീയം കഴിച്ചോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ നമ്മുടെ ശരീരത്തിൽ തണുപ്പ് നിയന്ത്രിക്കാൻ പറ്റും. അതേ സമയത്ത് ഈ മിണ്ടാപ്രാണികളായ കന്നുകാലികൾ, വിശേഷിച്ചും പശുക്കൾ, എരുമ, ആട്, ഇതൊക്കെ ഈ വേനലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെന്തുരുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ്? ഈ അവരിൽ നിന്ന് ഈ വേനലിൻ്റെ ചൂടിൽ നിന്നും സംരക്ഷിക്കുന്നതിനും അഥവാ അതിൽ നിന്നും ഉണ്ടാകുന്ന പ്രത്യേകമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ പൊതുവെ പച്ചപ്പുല്ലിൻ്റെ ലഭ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പാലും വളരെയേറെ ഉൽപ്പാദനം കുറവുന്ന ഒരു സമയമാണ്. ഡ്രൈ പീരീഡാണ് ഈ ഉഷ്ണവരണം. അതേസമയം ഇതിനെ വിശേഷിച്ചും ഈ സങ്കരയിനം പശുക്കൾക്കാണ് ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നുള്ളത്. ഇതിനൊരു പോംവഴിയാണ്. എന്താണ് ഈ വേനൽക്കാലത്തിന് അതിനെ പ്രതിസന്ധി തരണം ചെയ്യാനും? ഇപ്പം സാധാരണ ഹൈടെക് ഫാമും അതുപോലെയൊക്കെ ഉണ്ടെങ്കിലും ചെറുകിട കർഷകരുണ്ട്, ചെറുകിട 5-6 പശുക്കൾ വളർത്തുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് സാർ ഇതിനൊരു പരിഹാര മാർഗം നിർദ്ദേശിക്കണം? വേനൽക്കാല പരിചരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യണം. ഏതൊരു കർഷകനായാലും ശരി തന്നെ. കാരണം നമുക്കറിയാം കേരളത്തിലെ കാലാവസ്ഥ ഇങ്ങനെ ആയിരിക്കും, ഇന്ന മാസങ്ങളിൽ വേനൽക്കാലമാണ്. അപ്പോൾ അതിന് മുൻകൂട്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മുടെ ഏറ്റവും പ്രധാനം. പലപ്പോഴും ഇതിൽ നമ്മുടെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ തോറ്റുപോകുന്നു. കാരണം വേനൽ കടുത്തു വരുമ്പോഴായിരിക്കും നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ശ്രീപദാസ് ചോദിച്ച പോലെ തന്നെ വേനൽ കടുത്തു വരുന്ന സമയങ്ങളിൽ പശുക്കളിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ ഒരു നല്ല കർഷകനെ സംബന്ധിച്ച് പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം പശുക്കൾ തീറ്റയെടുക്കാനുള്ളൊരു വിമുഖത കാണിക്കുക, കൂടുതൽ തണലുള്ള സ്ഥലങ്ങളിലോ നോക്കി അങ്ങോട്ട് പോകും, കിടക്കാനുള്ള ഒരു മടി, പാലുൽപാദനത്തിലുള്ള കുറവ്, അപ്പോൾ മൊത്തത്തിലൊരു അലസത, ഏറ്റവും പ്രധാനം തീറ്റ തിന്നുന്നതിലുള്ള ഒരു വിമുഖതയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം ഇതിന് ചൂട് കൊണ്ട് ഈ പശുവിൻ്റെ മൊത്തത്തിലുള്ള അതിൻ്റെ ദൈനംദിനമായ ക്രമീകരണങ്ങളിൽ ചില തകരാറുകൾ സംഭവിച്ചു തുടങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഇത്ര പശുക്കളാണുള്ളത്. ഈ പശുക്കളെ നമ്മുടെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഷെഡ് മുതൽ തീറ്റക്രമം മുതൽ എല്ലാ കാര്യങ്ങളിലും നമ്മളൊരു നല്ല പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ച് കന്നുകാലി തൊഴുത്തിൻ്റെ ആ സൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണം തന്നെ വളരെ കൃത്യമായിരിക്കണം. ഇപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കണം എപ്പോഴും ഒരു ഷെഡിൻ്റെ നീളഭാഗം നിൽക്കേണ്ടത്. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ സൂര്യപ്രകാശം വന്നിട്ട് ഡയറക്റ്റായിട്ട് ഒരു കാരണവശാലും ഈ ഷെഡിൽ പതിക്കാൻ പാടില്ല. ക്രോസ് വെന്റിലേഷൻ പലപ്പോഴും പല കർഷകരുടെ ഭവനങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ്. ക്രോസ് വെന്റിലേഷൻ ഉണ്ടാവില്ല. ഒരു വശത്ത് നിന്ന് വരുന്ന ആ ചൂടുള്ള വായു ഇതിലെ കടന്ന് അപ്പുറത്തേക്ക് പോകണം. നല്ല എയർ മാത്രമേ ഇതിനകത്ത് വരാൻ പാടുള്ളൂ. അപ്പോൾ അതിന് സാധാരണ ഇപ്പോൾ ഒരു 8 അടി സൈഡ് കെട്ടി ചുവരുള്ള ഒരു ഷെഡാണെങ്കിൽ ഒരു 15 അടിയെങ്കിലും അതിന് നമ്മൾ ടോട്ടൽ ഹൈറ്റ് കൊടുത്ത് അതിൻ്റെ റൂഫ് വരണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലൂടെ 2 സൈഡിലൂടെയും എയർ മൂവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം, കാറ്റ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം. പിന്നെ തീറ്റക്രമത്തിൽ നമ്മൾ കാര്യമായ വ്യത്യാസങ്ങൾ വരുത്താൻ നമ്മൾ നേരത്തെ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇപ്പം താങ്കൾ പറഞ്ഞു പച്ചപ്പുല്ലിൻ്റെ ദൗർലഭ്യം ഉണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതെങ്ങനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ നേരത്തെ തീരുമാനിച്ചോളണം. പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഊർജ്ജദായകങ്ങളായ പദാർത്ഥങ്ങൾ ഇതിൻ്റെ ഫീഡിൽ കുറവായിരിക്കും.
കാരണം ഊർജ്ജത്തിൻ്റെ റിക്വയർമെൻറ്റ്, എനർജി റിക്വയർമെൻറ്റ് ഈ സമയത്ത് മനുഷ്യരുടെ പോലെ തന്നെയാണ് കന്നുകാലികളിലും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ റിക്വയർമെൻറ്റ് നമ്മൾ നേരത്തെ മുന്നിൽ കണ്ട് ധാന്യങ്ങൾ, ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കപ്പ അല്ലെങ്കിൽ ചോളം, ഇങ്ങനെയുള്ള എനർജി ഈൽഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ആഹാരത്തിൽ ചേർക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ പച്ചപ്പുല്ല് ഉണ്ടെങ്കിൽ തന്നെ അത് കഴിയുന്നതും ടെൻഡറായിട്ടുള്ള ആ സ്റ്റേജിൽ തന്നെ, വളരെ മൂത്ത് പോകാതെ ഫൈബർ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ദഹന പ്രക്രിയ ചെയ്ത് ഒരുപാട് സഹായിക്കും. കാരണം ഹീറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡിനെയാണ്. തൈറോയിഡ് ഗ്ലാൻഡിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡസ്റ്റൈൻ ഗട്ട് മൊത്തത്തിൽ അഫക്റ്റഡ് ആകുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയും ഈ ഉള്ള എനർജി മുഴുവൻ ഈ ശരീരത്തിൻ്റെ പെരിഫറൽ ഓർഗൻസിലേക്ക് പോകും. അപ്പോൾ ഇൻഡസ്റ്റൈനിലെ അബ്സോർപ്ഷനൊക്കെ കുറയുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ തീറ്റ തിന്നാനുള്ള വിമുഖത കാണിക്കുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള വേനൽക്കാലത്ത് പശുക്കൾ അത് മനുഷ്യരെ പോലെ തന്നെ എല്ലാവരും കാണുന്നതാണ്, ഭക്ഷണം കുറച്ച് തന്നെ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ എനർജിയും പ്രോട്ടീനും കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ ആഡ് ചെയ്യണം. ഈ ചൂട് കൂടുന്ന സമയത്ത് ഇത് അതിന് സഹിക്കാൻ വയ്യാത്ത ഒരു പരിസ്ഥിതി വരുമ്പോഴേ അത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്? മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അത് ഫീഡ് ഇൻടേക്ക് കുറയ്ക്കുക. അതായത് പശുക്കൊക്കെ മൂക്കിക്കൂടെ, അതെ, അത് അതിൻ്റെ ഒരു എക്സ്ട്രീം സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ നാക്ക് പുറത്തേക്ക് തള്ളിയിടുക, വായിൽ നിന്ന് പതയും ഒക്കെ ഒലിക്കുക, എപ്പോഴും ഒരു റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ ചെന പിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരാം, റീപ്രൊഡക്ഷനെയും ഇത് അഫക്റ്റ് ചെയ്യും. കാരണം മൊത്തത്തിലുള്ള ഇതിൻ്റെ ഒരു കിതപ്പ് എപ്പോഴും ഉണ്ടാവും. എരുമകൾക്കാണെങ്കിൽ നമ്മൾ നോക്കിയാൽ ഈ ആടയിൽ ഒരു ചുവന്ന നിറം, നമ്മളിപ്പോൾ മനുഷ്യൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു ചുവപ്പ് വരുമല്ലോ ഒരുപാട് വെയിലടിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ഈ ബ്രിസ്ക്കറ്റ് ഈ റീജിയൻ, അതുപോലെ ഈ മുൻകാലുകളുടെ ഇടയിലുള്ള ഭാഗത്തൊക്കെ ആ ഒരു ചുവപ്പ്, ഒരു റാഷസ് പോലെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഭയങ്കരമായ പാൻറ്റിങ് ആയിരിക്കും. അത് തന്നെ ഇപ്പോൾ ബ്രീഡുകൾ നോക്കുകയാണെങ്കിൽ ഹോൾസ്റ്റീനായിരിക്കും HF ബ്രീഡുകൾക്ക് കൂടുതലായിട്ട് ഈ പാൻറ്റിങ് ഒക്കെ ഉണ്ടാവും. നാടൻ പശുക്കളെ സംബന്ധിച്ച് കമ്പാരിറ്റീവ് താരതമ്യേന നാടൻ പശുക്കളെ സംബന്ധിച്ച് കുറവായിരിക്കും, ഇത് കിട്ടും. ലോകത്ത് എവിടെ നോക്കിയാലും നമ്മൾ ജേഴ്സി ബ്രീഡ് ബെറ്റർ ആണ്. ഈ ഒരു ഹീറ്റിൻ്റെ ടോളറൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ജേഴ്സി കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. നമ്മുടെ ഈ മഴക്കാലത്തും അല്ലെങ്കിൽ സാധാരണ കാലത്ത് ഈ കൊടുക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് എന്തെങ്കിലും കൂടുതലായിട്ട് കൊടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും വേനൽക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, വേനൽക്കാലത്ത് നമ്മൾ സാധാരണ ഇവിടെ സംഭവിക്കുന്ന കേരളത്തിലെ മൊത്തത്തിലെ തീറ്റക്രമം നോക്കിയാൽ എപ്പോഴും എനർജി ഡെഫിഷ്യൻ്റ് ആണ് നമ്മുടെ ഇവിടെ കേരളം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോസ്റ്റ് വളരെ കൂടുതലാണ്, കോൺസെൻട്രേറ്റ് ആണ്. പക്ഷേ ഈ കോൺസെൻട്രേറ്റിൽ പോലും നമ്മൾ എൻ്റെ എനർജി വാല്യൂ നോക്കിയാൽ കുറവായിരിക്കും. ആ ISI പറയുന്ന ഒരു റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനുള്ള എനർജിയെ കാണുള്ളൂ. പക്ഷേ അത് എത്രത്തോളം ആനിമലിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ആരും നോക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വേനൽക്കാലത്ത് എനർജി കൂടുതലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ധാന്യങ്ങൾ കൂടുതൽ കൊടുക്കുക, കപ്പ പോലുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ എനർജി ആനിമലിന് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രോട്ടീൻ അതുപോലെ വളരെ പ്രധാനമാണ്. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഈ ഡയറ്ററി ഫാറ്റ്, ഇപ്പോൾ നമുക്ക് ബൈപ്പാസ് ഫാറ്റ് എന്ന് പറയുന്ന സാധനമൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. കുറച്ച് വില കൂടും, ഇപ്പോൾ ഏതാണ്ട് ഒരു കിലോയ്ക്ക് ഒരു 11 മുതൽ 15 രൂപ വരെ വരും. അത് ആഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫാറ്റ് ബോഡിയിൽ കൊടുത്തു കഴിയുമ്പോൾ ഈ എനർജി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആനിമലിന് വരുന്ന കിതപ്പും ഈ വായിൽ നിന്നുള്ള പത പോവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. പാലുൽപാദനത്തിൽ നല്ല മാറ്റം ഉണ്ടാകും. ചില കർഷകർ ഇപ്പോൾ ഈ വാഴപ്പോള വെട്ടിയിട്ട് കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ ഈ വേനൽക്കാലത്ത് വെള്ളരിക്ക തിന്നുമ്പോൾ നമുക്കൊരു തണുപ്പുണ്ടാകും. അതുപോലെ അതിനും ആ പശുക്കൊക്കെ അതൊരു അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് കൊടുത്താലും ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. അപ്പോൾ കുറച്ച് നല്ലോണം ചോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഫൈബർ സൈസ് നമുക്ക് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. കാരണം മാത്രമല്ല അതിനകത്ത് കൂടുതൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. വെള്ളമാണ് ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞില്ലെങ്കിലും വാട്ടർ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ഈ സമ്മർ. വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോഴേ ഇപ്പോൾ സാധാരണ ഇപ്പം ഒരുപക്ഷെ കുടിവെള്ളത്തിന് പോലും ക്ഷാമമുള്ള സമയത്ത്, അതേസമയത്ത് പശുക്കളെ ഒരു നേരമോ 2 നേരമോ കുളിപ്പിക്കും. സാധാരണ മിക്കവാറും ഷെഡുകളിൽ കറവയ്ക്ക് മുമ്പും അത് കഴിഞ്ഞ് രാവിലെയും വൈകുന്നേരവും കുളിപ്പിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥയിൽ വെള്ളത്തിന് ക്ഷാമമുള്ള സമയത്ത് ഇതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം ശരിക്കും ഇപ്പം ചില ദിവസങ്ങളിൽ കാറ്റേ കിട്ടുകയില്ല, അന്തരീക്ഷ ഊഷ്മാവ് വളരെ കൂടിയ ഒരു താപനിലയിലാണ് വരുന്നത്. ആ സമയത്ത് ഇതിന് എന്തെങ്കിലും വേറെ ഇതിൻ്റെ സൈഡുകളിൽ വെച്ച് ഇപ്പം എല്ലാവരെ കൊണ്ടും ഫാൻ ഇടാനോ അല്ലെങ്കിൽ ഒന്നും പറ്റത്തില്ല. ഒരു സാധാരണ കർഷകരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഷെഡിൻ്റെ ഡിസൈൻ പോലെ തന്നെ ഷെഡിൻ്റെ റൂഫിങ്ങിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ പറഞ്ഞ തെങ്ങോലയാണ്, അല്ലെങ്കിൽ പഴയ താച്ച്ഡ് റൂഫാണ് എപ്പോഴും ബെസ്റ്റ്. ഇപ്പോൾ ചെയ്യാവുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആസ്ബസ്റ്റോസ് ഉപയോഗിക്കുന്നവരുണ്ട്, അലൂമിനിയം ഷീറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, കോൺക്രീറ്റ് കഴിയുന്നത് ഒഴിവാക്കുക. പിന്നെ ഇതിന് കുഴപ്പമില്ല. ഇതിന് മേളിൽ ഇവർക്ക് വേറെ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെയുള്ള
മെറ്റീരിയൽസ്, ബെഡിങ് മെറ്റീരിയൽ യൂസ് ചെയ്യാം. ഇപ്പോൾ കച്ചിയോ പുല്ലോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ചാക്ക് നനച്ചിടാം. ഒരു കോളുണ്ട്. ഹലോ 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 ശരി, ഫോൺ കട്ടായി. പിന്നെ ചാക്ക് നനച്ചിടുന്നത് പോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു 4-5 പശുക്കളുള്ള ഒരു കർഷകനെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ കുളിപ്പിക്കാം. അപ്പോൾ പിന്നെ ഇപ്പോൾ പലരും ഫാൻ ഇങ്ങനെ മേളിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പല ഷെഡുകളും നോക്കിയാൽ അപ്പോൾ കഴിയുന്നതും ഈ മേളിൽ നിന്നുള്ള ഒരു എയർ സർക്കുലേഷൻ കൊണ്ട് നമുക്ക് ഈ ഹോട്ട് എയർ മൂവ് ചെയ്ത് കിട്ടില്ല, അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും സൈഡിൽ നിന്നുള്ള ഫാൻസ് ആണ്. അപ്പം അതായത് ഈ വരുന്ന എയറിനെ തള്ളി അങ്ങ് മാറ്റി പുതിയ എയർ കൊണ്ടുവരിക. അപ്പോൾ എപ്പോഴും സൈഡിൽ നിന്നുള്ള ഫാൻസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സാധാരണ ഒരു ചെറുകിട കർഷകനെ സംബന്ധിച്ച് ഒരു വാൾ മൗണ്ടഡ് ഒരു നമ്മുടെ ഈ ടേബിൾ ഫാൻ തന്നെ ഈ ചെറിയ ഫാൻ ഉണ്ടല്ലോ, അത് ടേബിളിൽ സൈഡിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് ധാരാളം മതിയാവും. ഒരു 5 പശുവൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച് ചാക്ക് നനച്ചിടാം. തീർച്ചയായിട്ടും ചാക്ക് നനച്ച് ഷെഡിന്റെ ചുറ്റും ഇടാം, ഷെഡിന്റെ മുകളിൽ ചാക്ക് നനച്ചിടാം. പിന്നെ പശുക്കളെ പൊതുവേ നമ്മൾ ഈ തണുപ്പ് ഉള്ള ഒരു അന്തരീക്ഷം പശുവിന് ക്രിയേറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഈ ചൂട് കൂടുന്ന സമയത്ത് പശുവിൻ്റെ ശരീര ഊഷ്മാവും കൂടും, അതിൻ്റെ ചുറ്റുമുള്ള ഈ മൈക്രോ ക്ലൈമറ്റിലെ ചൂടും കൂടും. ഇത് തമ്മിലുള്ള മാർജിൻ വല്ലാണ്ട് കുറയുമ്പോഴാണ് ഈ പശുവിന് വളരെ ഒരു സ്ട്രെസ് വരുന്നത്. ഒരു 10 മുതൽ 24 ഡിഗ്രിയാണ് ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് കാറ്റലിനെ സംബന്ധിച്ച്. ഒരു പശുവിനെ സംബന്ധിച്ചിട്ട് വിശേഷിച്ചും ഈ എരുമകളാണെങ്കിൽ ആരോ കുളിപ്പിക്കേണ്ട ആവശ്യം, എവിടെയെങ്കിലും വെള്ളം കണ്ടാൽ അത് ചാടി അങ്ങ് ഇറങ്ങിക്കൊള്ളുക. അപ്പോൾ അതുപോലെ ഒരു പ്രവണത പശുക്കൾ കാണിക്കാറില്ല. അത് എരുമയ്ക്ക് പൊതുവേ നമ്മൾ സ്വെറ്റ് ഗ്ലാൻസ് ഇല്ലാത്തൊരു ആനിമലാണ്. അപ്പോൾ അതുകൊണ്ടാണ് എരുമയ്ക്ക് വാലോയിങ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഈ ഒരു കുളത്തിലോ ചതുപ്പിലോ ഒക്കെ എരുമ കിടക്കുന്നത് തന്നെ അതിൻ്റെ ഈ ബോഡിയിൽ നിന്ന് ഹീറ്റ് ഈ വെള്ളത്തിലൂടെ ഡിസിപ്പേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ ഇത് വളരെ ഗുരുതരമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും എരുമകളെ സംബന്ധിച്ച്. പശുക്കൾ അത്രയും ഒരു ടെൻഡൻസി സാധാരണ കാലാവസ്ഥയെ കാണിക്കാറില്ല. പക്ഷേ ഹീറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ ഈ സമ്മർ സമയത്ത് പശുക്കളെ നമ്മൾ കുളത്തിലേക്ക് ഇറക്കി നിർത്തി അതിന് വളരെ സന്തോഷമാണ്, കൂടുതൽ സമയം അവിടെ നിൽക്കുന്നത്. ഈ സാധാരണ വെള്ളം എപ്പോഴും കൊടുക്കേണ്ട ഒരു ആവശ്യമാണ്. നമുക്കാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വാങ്ങി കുടിക്കുകയോ കടയിൽ പോകുമ്പോഴോ എല്ലാം വാങ്ങി കഴിക്കാം. ഈ പശുവിനെ സംബന്ധിച്ചിടത്തോളം കെട്ടിയിട്ടിരിക്കുന്നതാണ്. അതിന് ഈ വേനൽക്കാലത്ത് എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ട ഒരു ക്രമങ്ങളെന്ന് പറയാൻ പറ്റും? അത് ഏറ്റവും നല്ലത് എപ്പോഴും വെള്ളം അവൈലബിൾ ആക്കുക. നമ്മുടെ ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത് രാവിലെ ഖരാഹാരം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, ഉച്ചയ്ക്ക് കൊടുക്കുന്നു, അങ്ങനെ ഒരു സിസ്റ്റം വേണ്ട. എപ്പോഴും വെള്ളം അവൈലബിൾ ആക്കുക. പിന്നെ വെള്ളം കൊടുക്കുന്നത് കഴിയുന്നത് ഇപ്പോൾ വെറുതെ നമ്മൾ പുറത്ത് നല്ല ചൂടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി കുറേ വെള്ളം വെച്ചിട്ട് പശു കുടിച്ചോട്ടെ എന്നുള്ള ഒരു നിലപാട് ശരിയല്ല. കുടിക്കട്ടെ എന്നുള്ളത് തന്നെ, പക്ഷേ അതൊരു ഷെയ്ഡുള്ള ഏരിയയിലേക്ക് വെച്ച് കൊടുക്കുക. കഴിയുന്നതും ചൂട് കുറയ്ക്കാൻ നമ്മൾ നോക്കുക. കാരണം വെച്ചാൽ അങ്ങനെ വരുമ്പോൾ ഇൻടേക്ക് കൂടും. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ, ചൂട് സമയത്ത് ചെറിയൊരു തണുപ്പുള്ള വെള്ളമാണെങ്കിൽ കൂടുതൽ കുടിക്കും. പിന്നെ അതിൽ ചിലർ ഉപ്പൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ടറിൻ്റെ ഇൻടേക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. പിന്നെ കഴിയുന്നതും ഈ നമ്മൾ കൊടുക്കുന്ന കോൺസെൻട്രേറ്റഡ് ഉപ്പ് കുറച്ച് കൊടുത്താൽ അത്രയും വാട്ടർ ഇൻടേക്ക് കൂടും, കൊടുക്കാം. പലരും ഇപ്പം വേറൊരു കാര്യം എന്താ പറയുക, ഇത് കൂടുതൽ സെറ്റ് ചെയ്യുമ്പോൾ പൊട്ടാസ്യം പോലുള്ള ലവണങ്ങളൊക്കെ ബോഡിയിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പൊട്ടാസ്യം, പിന്നെ ഇപ്പോൾ ചിലർ pH ഈ റൂമിൻ്റെ pH അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സോഡിയം ബൈകാർബണേറ്റ് ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ഡോക്ടറുടെ ഒരു അഡ്വൈസോട് കൂടി ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഏറ്റവും ഇതെന്ന് പറയുന്നത് വെള്ളം എപ്പോഴും അവൈലബിൾ ആക്കുക, ഷെയ്ഡുള്ള സ്ഥലത്തേക്ക് വെള്ളം കൊടുക്കുക. പിന്നെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ച് വെള്ളം കൊടുത്തുകൊണ്ട് മാത്രമായില്ല, അറ്റ്ലിപ്റ്റം എന്നാണ് നമ്മൾ പറയുന്നത്. എപ്പോഴും വെള്ളം സാധാരണഗതിയിൽ നാട്ടിൻപുറത്ത് 1-2 പശുവുള്ള ആൾക്കാർ അവർ രാവിലെ ഏതെങ്കിലും തുറന്ന സ്ഥലത്ത് എവിടെയെങ്കിലും പുല്ലുണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട്ടിൽ നിന്ന് പോലും ഒന്ന് മാറിക്കെട്ടിട്ട്, കറക്കാത്ത പശുവാണ് ഇത് കൂടുതലും സംഭവിക്കുന്നത്. വീട്ടിൽ നിന്നൊന്ന് ഒഴിവായി കെട്ടിട്ടെന്ന് പറഞ്ഞാൽ പറമ്പിൽ എവിടെയെങ്കിലും ഒരു കുറ്റി അടിച്ചിട്ട് അവിടെ കൊണ്ട് കെട്ടിയിട്ടുക. പിന്നെ വൈകുന്നേരം എപ്പോഴെങ്കിലും സൗകര്യമുള്ള വന്ന് കെട്ടുന്നുണ്ട്. ഈ പ്രവണത ഈ വേനൽക്കാലത്ത് കഴിയുന്നത് ഒഴിവാക്കണം. കാരണം നമ്മൾ ആനിമലിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് കഴിയുന്നത് രാവിലെ ആയിരിക്കണം. അത് കൂളർ അവേഴ്സ് ഓഫ് ദി ഡേ, അല്ലെങ്കിൽ ഈവനിങ് ആയിരിക്കണം. ഈ ഒരു 11 മണി മുതൽ ഒരു 3-4 മണി വരെ കഴിയുന്നതും ഷെഡിനുള്ളിൽ തന്നെ നിർത്തി മാനേജ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം പശുക്കളെ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളം പുറത്താണെങ്കിൽ പോലും അതിന് കുടിക്കാനുള്ളൊരു വെള്ളം എപ്പോഴും അവൈലബിൾ ആക്കിയിരിക്കുക. വെള്ളം ഇല്ലാതെ ഒരു കാര്യമില്ല. രാത്രി സമയത്താണെങ്കിലും എപ്പോഴും വെള്ളം അതിൻ്റെ തൊട്ടിയിലുണ്ടായിരിക്കണം. അപ്പോൾ പശുവിന് ആവശ്യമുള്ള അനുസരിച്ച് അത് വെള്ളം കുടിക്കട്ടെ. അത് പിറ്റേ ദിവസം മാറ്റുകയും വേണം, ക്ലീൻ ചെയ്ത് മാറ്റുകയും വേണം. കാരണം സ്വാഭാവികമായിട്ട് ഇത് കഴിക്കുന്ന ഈ ഫീഡിൻ്റെ വേസ്റ്റൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ പാടില്ല. നെക്സ്റ്റ് ഡേ അത് ക്ലീൻ ചെയ്ത് മാറ്റണം. ഈ സാധാരണ ഈ നമ്മുടെ ഈ ടൗൺ ഏരിയയില്ലേ, ഈ വീടിനോട് അടുത്ത് തന്നെ ചിലർ തൊഴുത്ത് നിർമ്മിച്ച് 4-5 പശുക്കളെ വിട്ടിട്ട്, തൊഴുത്തെന്ന് പറയാൻ പറ്റില്ല, അവർ ഒരു ആസ്പെറ്റോ ഷീറ്റോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ക്യാൻവാസോ എന്തെങ്കിലും അതിൽ ഉപയോഗിച്ചിട്ട് അതിനെ ഒരു തണൽ പോലും വെച്ചിട്ടാണ് അത് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ കാറ്റോട്ടൊന്നും കിട്ടുന്നില്ല. അവർ 24 മണിക്കൂറും
ശരിക്കും പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുകയാണ്. ഒന്ന് അഴിച്ചു മാറ്റാനും പറ്റുന്നില്ല. നിന്നാ നിൽപ്പില്ല. സ്റ്റാൾ ഫീഡിങ് തന്നെ 24 hours ആ തൊഴിൽ നിന്ന് അതിൻ്റെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പം അവർക്ക് എങ്ങനെയെങ്കിലും ശ്രദ്ധിക്കേണ്ട പ്രത്യേക പല കാര്യവും അല്ല. അവരെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്ത് ഇറക്കി നിർത്തുവാൻ സ്ഥലമില്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് ഈ സീസണിൽ ചെയ്യാവുന്നത് അതിൻ്റെ കംഫർട്ട് കൂട്ടുക എന്നുള്ളതാണ് ഉള്ള സ്ഥലത്ത്. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു എൻവയോൺമെൻറ്റ്, മൈക്രോ എൻവയോൺമെൻറ്റ് എപ്പോഴും വെറ്റാക്കുക. വെറ്റ് ഇൻ ദ സെൻസ് കൂളറായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഭയങ്കര ചൂട് എങ്ങനെ കുറപ്പിക്കാം. അപ്പോൾ അതിനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള ഇപ്പോൾ വളരെ ചീപ്പായിട്ടുള്ള ഈ സ്പ്രിംഗ്ലേഴ്സ് തന്നെ കിട്ടും. കാരണം എപ്പോഴും ഒരാൾ വേണമെന്നില്ല. ഇപ്പോൾ ടൈമർ വെച്ച് തന്നെ സ്പ്രിംഗ്ലേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇത്ര മണിക്കൂർ ഇടവിട്ട് ഇത്ര വെള്ളം ഇതിൻ്റെ ബോഡിയിലേക്ക് സ്പ്രേ ചെയ്യണമെന്ന് ടൈമർ തന്നെ സെറ്റ് ചെയ്യാം. പ്ലസ് നേരത്തെ പറഞ്ഞ പോലെ സൈഡിൽ നിന്നൊരു ഫാൻ കൂടെ കൊടുക്കാമെങ്കിൽ വളരെ കൂൾ എൻവയോൺമെൻറ്റ് ആയിരിക്കും. AC ഇഫക്റ്റ് കിട്ടും. ഒരു മിൽക്ക് പ്രൊഡ്യൂസിങ് നല്ല കറവയുള്ള ഒരു പശുവിനെ സംബന്ധിച്ച് അത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു 8 മുതൽ 8 to 12% വരെ മിൽക്ക് പ്രൊഡക്ഷനിൽ ഡിപ്പ് വരാം. കാരണം ഫീഡിൻ്റേക്ക് കുറയും. ഇങ്ങനെ എല്ലാ കോംപ്ലിക്കേഷൻസും വരാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ നേരത്തെ പറഞ്ഞു പൊതുവെ ഈ വേനൽക്കാലത്ത് ഈ പൊതുവെ കന്നുകാലികൾ മൊത്തമായിട്ട് ഭക്ഷണം കുറച്ചേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഈ അതികഠിനമായ ചൂടിന് ഇതിന് എന്തൊക്കെ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്? ഈ ചൂടെന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു സ്ട്രെസ്സാണ്. അപ്പോൾ ആ സ്ട്രെസ് എന്ന് പറയുന്നത് ഏത് അസുഖവും ഫ്ലെയറപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഇപ്പം കർഷകനെ സംബന്ധിച്ച് എക്കണോമിക് സൈഡിൽ നോക്കുകയാണെങ്കിൽ മാസ്റ്റൈറ്റിസ്, ഇപ്പോൾ അകിട് വീക്കം ചൂട് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വരാം. കാരണം ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ ഈ പാലിൽ സൊമാറ്റിക് സെൽ കൗണ്ട് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. അത് പക്ഷേ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലൊന്നും ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ മിൽമയൊക്കെ കുറച്ച് നോക്കുന്നുണ്ട്. ഈ കൗണ്ട് കൂടാനുള്ള സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ കർഷകനെ സംബന്ധിച്ച് ചെയ്യാവുന്നത് വേനൽക്കാലത്ത് പെട്ടെന്ന് അറിയണമെന്നില്ല. ഇത് നമ്മൾ ഈ സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് എന്ന് പറയും. ഈ പശുവിന് അകിട് വീക്കത്തിൻ്റെ ലക്ഷണം ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് തന്നെ, കർഷകന് തന്നെ കറന്ന് 4 കാമ്പിലെയും പാല് കറന്ന് സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകളും അതിനുള്ള മെറ്റീരിയൽസും ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. ഏത് ഡോക്ടേഴ്സും അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് അതിനെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അത് വളരെ ഫ്ലെയറപ്പ് ചെയ്യാതെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ മാസ്റ്റൈറ്റിസ് ഒരു മെയിൻ പ്രോബ്ലം. ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ ഒന്നും കാണത്തില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കറക്കാൻ സമ്മതിക്കില്ല. അല്ല, അത് ഒരു സെക്കൻഡ് സ്റ്റേജിലാണ്. കാരണം വേദന അകിട് വീക്കമായിട്ട് വരുമ്പോൾ അതിൻ്റെ തുടക്കം തന്നെ സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് എന്നാണ് അതിന് പറയുന്നത്. അതായത് സബ് ക്ലിനിക്കലാണ്, ക്ലിനിക്കലായിട്ട് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്ക് വേനൽക്കാലത്തൊന്ന് ടെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അത് വരാതെ നോക്കാം നമുക്ക്. അതിന് മാർഗം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ടുപിടിക്കുക. കർഷകന് തന്നെ കണ്ടുപിടിക്കാം. 4 കാമ്പിലെയും സ്ട്രിപ്പ് ചെയ്തിട്ട് ഇതിനൊരു സൊല്യൂഷനുണ്ട്. അതിൽ നോക്കുമ്പോൾ അറിയാം അത് ക്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് അതിന് മാസ്റ്റൈറ്റിസ് വന്നു തുടങ്ങി. ഇപ്പോൾ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സേവനം എടുക്കാം. അപ്പോൾ അത് കൂടുന്നില്ല, അവിടെ വെച്ച് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അകിടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം. ഈ സമയത്ത് ഷെഡിൻ്റെ ക്ലീനിങ് നീറ്റായിരിക്കണം. അങ്ങനെ നോർമലി എടുക്കേണ്ടുന്ന എല്ലാ പ്രിക്കോഷൻസും എടുക്കണം. പ്ലസ് ഇതും കൂടെ ചെയ്യുകയാണെങ്കിൽ മാസ്റ്റൈറ്റിസ് പോലുള്ളത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം ഏറ്റവും കൂടുതൽ എക്കണോമിക്കായിട്ട് നഷ്ടം വരുന്ന ഒരു അസുഖമാണ് മാസ്റ്റൈറ്റിസ്. അതുപോലെ തന്നെ ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ അസുഖങ്ങളും ഇപ്പം നമ്മൾ കുളമ്പ് രോഗം ഈ ചൂടുകൊണ്ട് തന്നെ വരണമെന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനി ഡിസീസസ് ക്യാൻ ഫ്ലെയർ അപ്പ്. ഏതും വേണമെങ്കിലും വരാം. കാരണം ഈ സ്ട്രെസ്സ് നിൽക്കുന്ന ഒരു സമയമാകുമ്പോൾ FMD തന്നെ വരണമെന്നില്ല. FMD ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് ആയിട്ടല്ലേ നമ്മൾ നോർമലി പറയുന്നുള്ളൂ. സ്പൊറാഡിക് ആയിട്ട് അവിടെ വരുമെങ്കിലും ഏത് അസുഖവും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ആനിമലിൻ്റെ ഹെൽത്തും ഹൈജീനും എൻവയോൺമെന്റും നമ്മൾ കംഫർട്ടബിൾ ആക്കി. നമ്മുടെ ഇപ്പോൾ പറഞ്ഞത് ഏകദേശം പശുവിനെ കുറിച്ചാണ് കൂടുതലും. അതെ, അതേസമയത്ത് എരുമയ്ക്കും ഈ പറഞ്ഞ തീർച്ചയായിട്ടും എരുമയ്ക്ക് ഇതിന് കുറച്ചുകൂടെ ഇന്റൻസീവ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്വെറ്റ് ഗ്ലാൻസും കൂടെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ സാധാരണ കാലാവസ്ഥയിൽ പോലും എരുമ എല്ലാ ആനിമൽസിന്റെയും ഇൻടേക്ക് കുറയും. ആടിനും ഇത് തന്നെയാണ്. ആടിന് ഇത് മാത്രമല്ല, ആടിനിപ്പോൾ ഈ PPR എന്നൊക്കെ പറഞ്ഞ ആട് വസന്ത പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് പ്രത്യേകിച്ച് കേരളത്തിലെ പ്രശ്നം എന്നറിയോ, കേരളത്തിൽ ഈ ഹ്യൂമിഡിറ്റി, ആർദ്രത വളരെ കൂടുതലാണ്. ആർദ്രത കൂടുമ്പോൾ ഈ റെസ്പിറേറ്ററി ഡിസീസസ് വരാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ആടിനും വളരെ കെയർഫുൾ ആയിരിക്കണം. അതിൻ്റെ കംഫോർട്ടബിൾ ഒരു മാനേജ്മെന്റ് നമ്മൾ കൊടുക്കണം. വെള്ളം ആടിനും ലിപ്റ്റം തന്നെയാണ്. അഴിച്ചുവിടുന്നതും കഴിയുന്നതും ഇപ്പോൾ PPR ഒക്കെ ഉള്ളപ്പോൾ ഞാൻ ഈ എയർ സർക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ഈ ഹ്യൂമിഡിറ്റി നിൽക്കുന്ന കാരണം ക്രോസ് വെന്റിലേഷൻ വേണം. ഷെയ്ഡുള്ള ഒരു ഓപ്പൺ ഏരിയയിൽ നിർത്തുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ നായ്ക്കളും അതുപോലെ തന്നെ വീട്ടു വളർത്തുന്ന നായ്ക്കൾക്ക് ഏകദേശം നമ്മുടെ സമയം തീരാറായി. ഞാൻ അതിഥിയുടെ വിലാസം പറയാം. ഡോക്ടർ ജോസ് ജെയിംസ്, മാനേജിംഗ് ഡയറക്ടർ, KLD ബോർഡ്, പട്ടം, തിരുവനന്തപുരം 4. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 9446004275. ഫോൺ നമ്പർ ഒന്നുകൂടെ പറയാം,
9446004275. സാർ, ഈ വിഷയം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സംസാരിക്കാനുള്ള ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും കൃഷിക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ വരുന്ന ഫോൺ എടുക്കാതെ എന്തെങ്കിലും ഒരു 10 മിനിറ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പരിപാടി നിരന്തരമായിട്ട് പോയത്. അപ്പോൾ ഇത് ശരിക്കും കുറച്ച് ഈ വളരെ ഒന്നുമില്ലെങ്കിലും തീറ്റ കൊടുത്തില്ലെങ്കിലും ആവശ്യത്തിന് വെള്ളവും കൊടുക്കുകയും വെള്ളം ഒന്ന് 2 പ്രാവശ്യം കുളിപ്പിക്കാൻ സഹായിച്ചാൽ തന്നെ ഈ വേനലിൽ നിന്ന് പശുക്കളെ രക്ഷപ്പെടുത്താൻ പറ്റും. സാർ, തിരക്കിനിടയിലും ദൂരദർശന് വേണ്ടി ഇവിടെ വന്ന് ഈ ഒരു പരിപാടി സംവദിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.